എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. BJP തുടർ ഭരണത്തിൽ വരാനുള്ള സാധ്യതകൾ അടഞ്ഞുവരികയാണെന്നും വിജയപ്രതീക്ഷ നഷ്ടപ്പെട്ട പ്രധാനമന്ത്രി സ്വന്തം പൌരന്മാരെ അവഹേളിക്കുന്ന വിധത്തിൽ തരം താണിരിക്കുകയാണെന്നും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു പറഞ്ഞു. CPI നേതാവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായിരുന്ന VK രാജന്റെ 28ാം ചരമവാർഷിക ദിനാചരണം കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതവിദ്വേഷം വളർത്തുന്ന നിരവധി പ്രസംഗങ്ങൾ മോദി നടത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി. CPI കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണിക്കേഴ്സ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ VK രാജൻ സ്മാരക അവാർഡ് പ്രകാശ് ബാബുവിൽ നിന്ന് പന്ന്യൻ രവീന്ദ്രൻ ഏറ്റുവാങ്ങി. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായിരുന്നു. VK രാജൻ സ്മാരക അവാർഡ് പ്രകാശ് ബാബുവിൽ നിന്ന് പന്ന്യൻ രവീന്ദ്രൻ ഏറ്റുവാങ്ങി. KG ശിവാനന്ദൻ പ്രശസ്തി പത്രം വായിച്ചു. KP രാജേന്ദ്രൻ, CN ജയദേവൻ, ഷീല വിജയകുമാർ, VR സുനിൽകുമാർ MLA, KV വസന്തകുമാർ, K ശ്രീകുമാർ, CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, MR അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. എനിക്ക് കിട്ടിയ ലക്ഷക്കണക്കിന് രൂപ ഓരോ തരത്തിലുള്ള ആവശ്യങ്ങൾ കൊടുക്കുക. ഒരു പൈസയും നൽകിയിട്ടില്ല. ഇത് കൊടുത്തിട്ടില്ല. ഈ പണം നിർദ്ധനായ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ, തൊഴിലാളി കുടുംബത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്താ ഡിഗ്രിക്ക് വരാൻ സഹായിക്കാൻ വേണ്ടി ഈ പണം നൽകുന്നത് ടെസ്റ്റ് ചെയർമാൻ ചെയർമാനെ ഈ രാജ്യത്തിന് ഈ പദ്ധതി ഓർമ്മിക്കുന്ന ഒരു പോരാട്ട ജീവിതത്തിൻ്റെ എല്ലാ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പെരുമാറണമെന്ന് നമ്മളെ പഠിപ്പിച്ചത് അതിൻ്റെ ജീവിതത്തിൽ
ഇത്രമാത്രം സ്നേഹത്തോട് പെരുമാറുന്ന ഒരു നേതാവ് വേറെ ചൂണ്ടിക്കാണിക്കുകയാണ്. രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ച അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പാലിക്കാനാണ്. അദ്ദേഹം കേരളത്തിൽ ഒരിക്കലുമുണ്ട്. മന്ത്രിയായി ഒരു വർഷം പൂർത്തിയായപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, ആര് ഒരു വർഷക്കാലത്തിടയ്ക്ക് കിളഞ്ഞ മക്കൾ നാനാപുരം സംശയമാണ്. അതാണ് ബി.ജെ. രാജ പറയുന്ന